is good because you are getting this grand entry. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഇതാന്ന് തോന്നുന്നു. സോ എന്താണ് ഡയറക്ടറിന് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. അതെ, 8 വർഷം അതൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നത്തിൻ്റെ ജേണിയാണ്. അപ്പോൾ അത് നാളെ സംഭവിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നാളെ മലയാളികളും അല്ലാതെയുള്ള എല്ലാ പ്രേക്ഷകരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഇത് ഒരു ചെറിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല. ഇതൊരു ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണണം. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ടീമും. ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എൻ്റെ ഒരു 8 വർഷത്തെ പരിശ്രമത്തിനെക്കാട്ടി ഇതൊരു വലിയൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തൊരു ഇതല്ല, ഇതൊരു ഗ്രൂപ്പായിട്ട് അത്രയും എല്ലാവരും അവരുടെ ഒരു സോൾ കൊടുത്ത് ചെയ്തതാണ്. ഇത്രയും എന്നെപ്പോലെയുള്ളൊരു ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബേസിലേറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തിട്ട് വന്നാൽ പോലും പല സമയത്തും പലരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. എന്നെപ്പോലെയുള്ളൊരു പുതിയ ഡയറക്ടറിന് ഇത്രയും വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ചാലും ഇപ്പോൾ 3D ആണെങ്കിലും അത്രയും ഈ നമ്മൾ സാധാരണ മലയാള സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യണേക്കാട്ടി കൂടുതൽ VFXനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ സുഹിത്തേട്ടനാണെങ്കിലും ഞാനും സുഹിത്തേട്ടനും ടൊവിയും ആണ് ഇനിഷ്യലി ഇതിൻ്റെ എല്ലാ കോൺവെർസേഷനിലുണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും വന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവരും ഗ്രാജുവലി വന്ന് ചേരുകയും നമ്മളതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി. കഴിഞ്ഞൊരു ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഓട്ടം. എനിക്കിത് ആദ്യമായിട്ടാണല്ലോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഓരോ പ്രശ്നം അവിടെ കണ്ടന്റ് ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു 120 കണ്ടന്റാണ് കോപ്പി എടുക്കുന്നത്. ഒരു ഫയൽ തന്നെ 150 GB ഉണ്ടെന്നുള്ളത് പോലും അറിയുന്നത് ഇതാണ്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ടുള്ള അപ്പു പട്ടത്തിരി ഡയറക്ടറാണ്. ഞാനും ബേസിലായിട്ടും ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പു എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറും മൊത്തം തലഭ്രാന്തായിട്ടിരിക്കുന്ന ഒരാൾ അപ്പുവാണ്. അപ്പം ഞാൻ ഈ സമയത്ത് അപ്പുവിനോടൊരു താങ്ക്സ് പറയുന്നുണ്ട്. പലയിടത്തും പല ഡിലേയും അല്ലെങ്കിൽ കോൺവെർസേഷൻ ഇതെല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പു ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. ഇപ്പോൾ പോലും നാളത്തെ ഈ 3Dയുടെ കണ്ടന്റ് ചെറിയ ഫയലിന് എന്തോ ഒരു ഇത് വന്നിട്ട് അതിപ്പോൾ പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഓടിയെത്തിയത്. നാളെ എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പ്രോപ്പർ ഔട്ട് തന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. മാക്സിമം അത് ചെറിയ എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും നിങ്ങളത് തന്നെ കാണണം. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാളത്തെ നമ്മുടെ ഒരു എഫേർട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. വേറൊന്നുമില്ല. താങ്ക് യു.